മരങ്ങളെല്ലാം മുറിച്ച് ഖലമാക്കുകയും കടലുകൾ മഷിയാക്കുകയും ചെയ്തു. മനുഷ്യരും മലക്കുകളും ജിന്നുകളും ഒത്തുചേർന്ന് ബിസ്മിയുടെ വ്യാഖ്യാനം എഴുതാൻ ശ്രമിച്ചു. 20 ലക്ഷം കൊല്ലം അവർ ഇരുന്നെഴുതി. എന്നിട്ടും അവർക്ക് വളരെ ചെറിയ ഒരംശം മാത്രമേ ബിസ്മിയെക്കുറിച്ച് എഴുതാൻ സാധിക്കുകയുള്ളൂ. അത്രമേൽ പവിത്രമേറിയതാണ് പ്രിയമുള്ളവരെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട, 10,000 ചെയ്ത, ആയിരങ്ങൾക്ക് റിസൾട്ട് ലഭിച്ച 12,000 ബിസ്മിയുടെ അമലുകൾ കേൾക്കാത്തവരായിട്ട് ഒരാളും ഉണ്ടാകില്ല. നമ്മുടെ ഈ ചാനൽ കാണുന്നവർ സ്ഥിരമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നവരും അറിയിക്കുന്നവരുമാണ്. എത്രയോ ആളുകൾക്ക് 12,000 ബിസ്മിയുടെ അമൽ ചെയ്ത് പൂർത്തിയാകുമ്പോഴേക്ക്, ചെയ്യുന്നതിനിടയിൽ ചെയ്തു കഴിഞ്ഞൊരു മാസം കഴിഞ്ഞിട്ട് ജോലി ശരിയായത്, വിവാഹം നടന്നത്, നല്ല റാഹത്ത് ജീവിതത്തിലേക്ക് കടന്നു വന്നത്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ലക്ഷക്കണക്കിന് ബാധ്യതയുള്ള കടം വീട്ടാൻ ഒരാൾ അവരുടെ മുമ്പിലേക്ക് കടന്നു വന്നത്, ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട് 12,000 ബിസ്മിയുടെ അമലുമായി ബന്ധപ്പെട്ട്. ഇത് കേൾക്കുന്നവരിൽ പലരും 12,000 ബിസ്മിയുടെ അമൽ ഒരു തവണയെങ്കിലും ചെയ്തവരായിരിക്കാം. ഇത് കേൾക്കുന്നവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇതുവരെ അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ 12,000 ബിസ്മിയുടെ അമൽ എങ്ങനെ ചെയ്യണമെന്ന് നാം ചെറിയ രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായി പറയുന്ന വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തതാണ്. ഇൻഷാ അല്ലാഹ് പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബിസ്മിയെക്കുറിച്ച് പറഞ്ഞാൽ തീരുകയില്ല. എല്ലാം നേടിയെടുക്കാൻ ബിസ്മി മാത്രം മതിയാകുന്നതാണ്. പക്ഷെ അത് മനസ്സിലാക്കി അതറിഞ്ഞ് ചെയ്യേണ്ട രൂപത്തിൽ ആത്മവിശ്വാസത്തോടുകൂടെ ചെയ്യണം എന്നേയുള്ളൂ. വിസിറ്റിംഗ് വിസയിൽ ഗൾഫിൽ കഴിയുന്ന പ്രവാസികളിൽ എത്രയോ ആളുകൾ 12,000 ബിസ്മിയുടെ അമലുകൾ ചെയ്തതിൻ്റെ പേരിൽ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ബിസ്മി അത്ഭുതങ്ങളുടെ കലവറയാണ്. കൃത്യമായി മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് ലഭിക്കുക എന്നേയുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ കോൺടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പലരെയും നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ആഗ്രഹിക്കുന്നവർ നല്ല ദീനീ ചിട്ടയിൽ മക്കളെ വളർത്തണം. ഇന്നത്തെ കാലം നമുക്കറിയാം അല്ലേ, നല്ല രൂപത്തിൽ നമുക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ നമ്മൾ മക്കളെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക. 7ാം ക്ലാസ് മുതലുള്ള നമ്മുടെ മക്കളെ ഇൻഷാ അല്ലാഹ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ഈ വിനീതൻ തന്നെ നേരിട്ട് നടത്തുന്ന ദർസാണ്, നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ നോമ്പ് തുറയിലേക്കുള്ള ഏറ്റെടുക്കാൻ കഴിയുന്നവർ വളരെ പെട്ടെന്നൊന്നത് അറിയിക്കണം. നമുക്ക് വളരെ അർജൻറ്റ് കേസുകളുണ്ട്. ഒരു 50 പേർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നവർ, 20 പേർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നവർ, ഒരു 10 പേർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നവർ അതറിയിച്ചാൽ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ അത് വലിയ സന്തോഷമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ബിസ്മിയുടെ ചർച്ചയിലേക്ക് വരാം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വഹയുമായി എൻ്റെ മുമ്പിൽ മഹാനരായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം ചൊല്ലാറുള്ളത് ബിസ്മിയാണ് എന്ന്. നിങ്ങളൊന്ന് നോക്കൂ, ബിസ്മിയുടെ ഒരു പവിത്രത മനസ്സിലാക്കാൻ ഇത് മാത്രം മതി. വഹയുമായി ഹബീബായ തങ്ങളിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുമ്പോൾ ആദ്യമായി ഉരുവിടാറുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും ഇത് ഉണ്ടായിരിക്കണം, ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ബിസ്മിയുടെ അമലൊക്കെ ചെയ്യുമ്പോൾ അത് നല്ല ഫലം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നാക്കിൽ എപ്പോഴും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കണം. എന്തിനും ഏതിനും ബിസ്മി ചൊല്ലുക നല്ല കാര്യമാണോ? ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബിസ്മി ചൊല്ലി തുടങ്ങണം ഭക്ഷണം കഴിക്കുമ്പോൾ. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ എവിടെയാണ് നമുക്ക് പാകപ്പിഴവുകളുള്ളത്? പ്രാക്ടിക്കൽ ലൈഫിൽ അത് കാണുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണമെന്ന് നമുക്കറിയാം, നമ്മൾ ചൊല്ലാതെ മറന്നു പോകുന്നു. നമ്മുടെ മക്കൾ ചൊല്ലുന്നില്ല, അതറിയുന്നില്ല. അവിടെയാണ് നമുക്ക് സംഭവിക്കുന്ന തകരാറ്. അതുകൊണ്ട് തന്നെ ബിസ്മി ചൊല്ലുന്നതിനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം. നല്ല സമയങ്ങളൊക്കെയാണല്ലോ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ ബിസ്മിയെപ്പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ നാമങ്ങളിലൊന്നാണ് ബിസ്മിക്കും ഇസ്മുൽ ആളമിനും ഇടയിലുള്ള അകലം. ആ ബിസ്മിക്കും ഇസ്മുൽ ആളമിനും ഇടയിലുള്ള അകലം എന്ന് പറയുന്നത് കണ്ണിൻ്റെ കറുപ്പും വെള്ളയും തമ്മിലുള്ള അകലമേയുള്ളൂ. യാ അല്ലാ എന്നതാണ് ഇസ്മുൽ ആളം എന്നുള്ളത് ഷുഅബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്.
നിങ്ങൾ നോക്കൂ, ബിസ്മിക്കും ഇസ്മുൽ ആളമിനും ഇടയിലുള്ള അകലം എന്നുള്ളത് കണ്ണിൻ്റെ കറുപ്പും വെള്ളയും തമ്മിലുള്ള അകലമേ അതിനുള്ളൂ എന്നുള്ളതാണ്. ബിസ്മിയുടെ ഒരു മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരണം ഇതൊക്കെ. ബിസ്മി നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തണം. നമുക്കറിയാലോ, മഹാനരായ റൂഹുല്ലാഹി ഈസ അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവറുകളെ ഒരു ഒരു സമീപത്ത് ഇങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ ഒരു യാത്രയിലായിരിക്കെ ഒരു ഖബറിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഖബർ, നന്നായിട്ട് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖബറിൽ അദാബ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്പിയാക്കൾക്കൊക്കെ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. അവർക്ക് മുഅ്ജിസത്തുണ്ടല്ലോ, മരിച്ചവരെ ജീവിപ്പിക്കാൻ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് അവർക്ക് പല കഴിവുകളുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചന്ദ്രൻ പിളർത്തി കാണിച്ചു കൊടുത്തു. നമുക്കറിയാം ഒരുപാട് കഴിവുകൾ, മുഅ്ജിസത്തുകൾ അമ്പിയാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഔലിയാക്കളുടെ ഭാഗത്തു നിന്ന് കറാമത്തുകളും ഉണ്ടാകും. അത്ഭുത ശക്തികൾ അത് അമ്പിയാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ മുഅ്ജിസത്ത് എന്നും, ഔലിയാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ കറാമത്ത് എന്നുമാണ് അതിന് പറയുക. അമ്പിയാക്കളുടെ ഭാഗത്തു നിന്ന് മുഅ്ജിസത്തായിട്ടുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഔലിയാക്കളുടെ ഭാഗത്തു നിന്ന് കറാമത്തായിട്ടുണ്ടാകാം. അപ്പോൾ അതൊക്കെ നിഷേധിക്കാനൊന്നും പാടില്ല. അപ്പോൾ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഖബറിൻ്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടു. അങ്ങനെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ, വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോൾ ആ ഖബറിൽ പ്രകാശപൂരിതമായിട്ടാണ് കാണുന്നത്. ശിക്ഷ കാണുന്നില്ല, ശിക്ഷയൊക്കെ ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ആ ഖബറിലിരിക്കുന്നയാൾ ഇങ്ങനെ വളരെ സന്തോഷത്തിലാണ് കാണുന്നത്, ഒരു നല്ല രൂപത്തിലാണ് കാണുന്നത്. ആദ്യത്തെ ശിക്ഷകളൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സിർ അറിയാൻ വേണ്ടിയിട്ട് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കരിച്ച് ദുആ ചെയ്തപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വഹയുണ്ടായി. എന്താണ് ആ വഹി എന്നറിയണോ? ഇയാൾ വലിയ ദോഷം ചെയ്ത വലിയ പാപിയായിരുന്നു പോൽ. അങ്ങനെ ദോഷം ചെയ്ത് ഇങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ഖബർ ശിക്ഷയിൽ ഇങ്ങനെ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മരണപ്പെടുന്ന സമയത്ത് ഇവരുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. അങ്ങനെ ഭാര്യ പ്രസവിച്ചപ്പോൾ ആ കുട്ടി വളർന്നു വലുതായി ഒരു ഗുരുവിൻ്റെ അടുക്കൽ എത്തിച്ചു, ഒരു ഉസ്താദിൻ്റെ അടുക്കൽ എത്തിച്ചു. അവരോട് ആ ഉസ്താദ് ആ കുട്ടിക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊടുത്തു. അത് കേട്ട ആ കുട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി എന്നുള്ളതാണ്. അങ്ങനെ ചൊല്ലിയപ്പോൾ ആ കുട്ടിയുടെ പിതാവിന് ഖബറിൽ നിന്ന് രക്ഷ നേടാൻ സാധിച്ചു, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാൻ സാധിച്ചു എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, ബിസ്മിയുടെ ഒരു മഹത്വമാണത്. എന്നിട്ട് കാണാം ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ബിസ്മി ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് നാമം കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അള്ളാഹുവിനെ ശിക്ഷിക്കാൻ സാധിക്കുക? അള്ളാഹു ശിക്ഷ വരെ ഒഴിവാക്കി കൊടുത്തുന്ന. അപ്പോൾ ബിസ്മി കൊണ്ട് ബന്ധപ്പെടുന്ന സമയത്ത് അത് നമ്മുടെ മക്കൾ ബന്ധപ്പെടുമ്പോൾ, നമ്മുടെ മക്കൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഖബറിൽ കിടക്കുന്ന ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വരെ അതിൽ നിന്ന് മോക്ഷം ലഭിക്കാൻ കാരണമാകുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളെ ദീന് പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചാൽ എന്തായാലും അവരെത്ര തവണ ബിസ്മി ചൊല്ലും? അവരോരോ കിതാബും പഠിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അവർ ബിസ്മി ചൊല്ലിയിട്ടാണ് തുടങ്ങുക. അവർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, ബിസ്മി ചൊല്ലിയിട്ടാണ് തുടങ്ങുക. അവർ ഭക്ഷണം കഴിക്കുന്നു, ബിസ്മി ചൊല്ലിയിട്ടാണ് തുടങ്ങുക. അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബിസ്മി ചൊല്ലിയിട്ട് അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഉമ്മയും ഉപ്പയും മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിൽ ആ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും രക്ഷയാകും എന്നുള്ളതിന് തെളിവായിട്ട് മറ്റെന്തു തെളിവാണ് പ്രിയമുള്ളവരെ വേണ്ടത്? നമ്മുടെ മക്കളെ ദീനിൻ്റെ ചിട്ടയിൽ വളർത്തുന്നതിൻ്റെ പ്രചോദകമായിട്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വലാഹിൻ്റെയും ഖൈറിൻ്റെയും അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹാനരാജ് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹു എന്നതാണ് ഇസ്മുൽ ആളം. നോക്കൂ, ഖുർആനിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ പറയുന്നിടത്തെല്ലാം മുൻഗണന നൽകുന്നത് അള്ളാഹു എന്ന നാമത്തിനാണ്. അള്ളാഹുവിൻ്റെ ഒരുപാട് നാമങ്ങൾ, 99 നാമങ്ങൾ നമ്മൾ പറയുന്നതായിട്ട് കാണാം. പക്ഷെ അവിടെയൊക്കെ മുൻഗണന നൽകുന്നത് അള്ളാഹ് എന്ന നാമത്തിനാണ്. ബിസ്മി അവതരിച്ചപ്പോൾ ആകാശങ്ങളിലുള്ള മലക്കുകളെല്ലാം സന്തോഷിച്ചു എന്നുള്ളതാണ്. അർശ് കുലുങ്ങിപ്പോയി. ബിസ്മിയോടൊപ്പം 1000 മലക്കുകളും ഇറങ്ങി. മലക്കുകളുടെ ഈമാനിന് മാറ്റുകൂടി. ജിന്നുകൾ മുഖം കുത്തി വീണു. പ്രപഞ്ചഗോളങ്ങൾ പ്രകമ്പനം കൊണ്ടു. അതിൻ്റെ ഗാംഭീര്യത്തിന് മുന്നിൽ മലക്കുകൾ വിനയാന്വിതരായി എന്നുള്ളതാണ്. ബിസ്മി വളരെ മഹത്വമേറിയതാണ്. നമ്മൾ 12,000 ബിസ്മിയുടെ അമലൊക്കെ ചെയ്യുമ്പോൾ ഈ മഹത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. മഹാനരായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ബിസ്മി അവതരിച്ചപ്പോൾ
മലകൾ തസ്ബീഹ് ചൊല്ലുന്നത് മക്കക്കാരും അവിടെയുള്ളവരുമെല്ലാം കേട്ടു എന്നുള്ളതാണ്. അവർ പറഞ്ഞു, മുഹമ്മദ് മലകൾക്ക് സിഹ്ർ ചെയ്തിരിക്കുന്നു എന്ന്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പുകപടലം സൃഷ്ടിച്ചു വിട്ടു. മക്കക്കാർക്ക് മീതെ അതൊരു മൂടലുണ്ടാക്കി തീർത്തു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലവനും യഖീനോടുകൂടെ ബിസ്മി ചൊല്ലിയാൽ അയാളുടെ കൂടെ മലകൾ തസ്ബീഹ് ചൊല്ലും, പക്ഷേ അവൻ അത് കേൾക്കുന്നില്ല എന്നേയുള്ളൂ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മലകളും കല്ലുകളും തസ്ബീഹ് ചൊല്ലുന്നു, മനുഷ്യരിത് കേൾക്കുന്നില്ലെന്നേയുള്ളൂ എന്ന്. ഇവിടെയുള്ള വൃക്ഷങ്ങൾ, മരങ്ങൾ എല്ലാം, കല്ലുകളൊക്കെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, നമുക്കത് കേൾക്കാൻ സാധിക്കുന്നില്ല എന്നേയുള്ളൂ. ബിസ്മി വലിയ പവിത്രമേറിയതാണ്. ബിസ്മി, ആ മലകളൊക്കെ ബിസ്മി ചൊല്ലി എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് ഈ ബിസ്മി കൊണ്ട് നേടിയെടുക്കാനുള്ള എല്ലാ അമലുകളും എല്ലാ നേട്ടങ്ങളും നേടിയെടുക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അലിയാർ തങ്ങളെ തൊട്ട് മർഫൂആയി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നീ എന്തൊരു വിഷമത്തിലകപ്പെട്ട് കഴിഞ്ഞാലും ബിസ്മിയും ലാ ഹൗലയും കൂടെ ചൊല്ലിക്കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്നുള്ളത്. ഇത് ചൊല്ലുന്ന ഒരുപാട് ആളുകളുണ്ടാകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇങ്ങനെയുള്ള ഈ അമൽ ചെയ്യാത്തവരായിട്ട്, ദിക്ർ ചൊല്ലാത്തവരായിട്ട് ആരുമുണ്ടാകില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും ലാ ഹൗല ചൊല്ലിയാൽ, ബിസ്മിയും ലാ ഹൗലയും ചൊല്ലിയാൽ 70 കവാടങ്ങളിലൂടെ വരുന്ന ആഫത്തുകളും ദുഃഖദുരിതങ്ങളും പാപങ്ങളും അള്ളാഹു അയാളിൽ നിന്ന് അകറ്റിക്കളയുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിസ്മി നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കണം. ബിസ്മി നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം. 12,000 ബിസ്മിയുടെ അമൽ ചെയ്തവരാണ് നമ്മൾ പലരും. മനുഷ്യരിൽ നിന്ന് പിശാചു മഹത്തായ ഒരായത്ത് മോഷ്ടിച്ചു, അത് ബിസ്മിയാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മനുഷ്യരിൽ നിന്ന് പിശാച് ഒരു മഹത്തായ ആയത്ത് മോഷ്ടിച്ചിട്ടുണ്ട്, അത് ബിസ്മിയാണെന്ന്. പിശാച് മോഷ്ടിച്ചത് അത് ബിസ്മിയാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ജനങ്ങൾ ഏറ്റവും മഹത്തായ ഒരായത്തിനെ കുറിച്ച് അശ്രദ്ധവാന്മാരാണ്. ആ ആയത്ത് മഹത്തായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഒരു സൂറത്ത് അവസാനിച്ചുവെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹി ഇങ്ങനെ ഇറങ്ങുന്നതിനിടയിൽ മനസ്സിലാക്കിയിരുന്നത് ബിസ്മി അത് അവതരിക്കുമ്പോൾ മാത്രമായിരുന്നു എന്നുള്ളതാണ്. ബിസ്മി അവതരിച്ചു കഴിഞ്ഞാൽ ഹബീബായ തങ്ങൾക്ക് മനസ്സിലാകും ആ സൂറത്ത് അവസാനിച്ചു, ഇനി പുതിയ സൂറത്താണ് തുടങ്ങുന്നത് എന്ന് മനസ്സിലാകും എന്നുള്ളതാണ്. ബിസ്മി അങ്ങനെ വളരെ ശ്രേഷ്ഠതയേറിയ ഒരുപാട് അമലുകൾക്ക്, ഒരുപാട് മഹത്വങ്ങൾക്ക് കാരണമാകുന്ന കാര്യങ്ങൾ ബിസ്മി കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നരകം കാക്കുന്ന മലക്കുകൾ 19 മലക്കുകളാണ്. ആ മലക്കുകളിൽ നിന്ന് മോചനം നേടാൻ വല്ലവനും ആഗ്രഹിച്ചാൽ അവൻ ബിസ്മി ചൊല്ലട്ടെ, അതിൻ്റെ ഓരോ അക്ഷരത്തിനും പകരം ഓരോ സ്വർഗവും കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ ബിസ്മി ചൊല്ലിയാൽ അതിലെ ഓരോ അക്ഷരത്തിനു പകരവും 4000 പുണ്യം രേഖപ്പെടുത്തുകയും 4000 പാപം മായ്ച്ചു കളയുകയും ചെയ്യും. കൂടാതെ അയാൾക്ക് 4000 ദറജകൾ ഉയരുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ബിസ്മിയുടെ ഒരു മഹത്വം എന്ന് പറഞ്ഞാൽ മരങ്ങളെല്ലാം മുറിച്ച് കലമാക്കി മാറ്റി, കടലുകൾ മഷിയാക്കി മാറ്റുകയും ചെയ്തു. എന്നിട്ട് മനുഷ്യരും മലക്കുകളും ജിന്നുകളും ഒത്തുചേർന്ന് ബിസ്മിയുടെ വ്യാഖ്യാനം എഴുതാൻ ശ്രമിച്ചു. എന്നിട്ട് 20 ലക്ഷം കൊല്ലം അവർ ഇരുന്നെഴുതി. എങ്കിലും വളരെ ഒരു ചെറിയ അംശം മാത്രമാണ് അവർക്ക് എഴുതാൻ സാധിക്കുക. അതാണ് പ്രിയമുള്ളവരെ ബിസ്മിയുടെ മഹത്വം. അള്ളാഹു നമുക്ക് ആ ബിസ്മി കൊണ്ട് നേടിയെടുക്കാവുന്ന എല്ലാ അമലുകളും നേടിയെടുക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നരകത്തെ കാക്കുന്ന മലക്കുകൾ 19 മലക്കുകളാണ്. അപ്പോൾ ആ 19 അക്ഷരങ്ങളാണ് ബിസ്മിയിലുള്ളത്. ബിസ്മി പതിവാക്കിയവർക്ക് ആ മലക്കുകളിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളതാണ്. ആ മലക്കുകളിൽ നിന്ന് രക്ഷപ്പെടാം. എന്തുദ്ദേശം വെച്ചുകൊണ്ട് ബിസ്മി നിരന്തരം ചൊല്ലിയാലും അത് സഫലമാകും. പ്രത്യേകിച്ച് ആഹാരം, നമ്മുടെ ഭക്ഷണം അത് വിശാലമാകാൻ കാരണമാകും. നമ്മളെ മഈഷത്തിനുള്ള വക നമുക്ക് തുറന്നു കിട്ടും. ജനഹൃദയങ്ങളിൽ നമുക്ക് സ്ഥാനം ലഭിക്കാൻ കാരണമാകും. ഉപരിലോകത്തും അധോലോകത്തും നമ്മുടെ പദവികളും സ്ഥാനങ്ങളും ഉയരാൻ കാരണമാകും. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് 21 തവണ ബിസ്മി ചൊല്ലിയാൽ ആ രാത്രിയിൽ പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അവന് സുരക്ഷിതനാകാൻ സാധിക്കും.
ആ രാത്രിയിൽ ജിന്നും ഇൻസുമൊന്നും അയാളെ ദ്രോഹിക്കുകയില്ല. മോഷണം, അഗ്നിബാധ, പെട്ടെന്നുള്ള മരണം തുടങ്ങിയ ആഫത്തുകളിൽ നിന്ന് ആ രാത്രിയിൽ സുരക്ഷിതനായിരിക്കും. ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നേരിട്ട് കാണാൻ വേണ്ടി വന്ന ഒരാൾ, അയാൾക്ക് ഇങ്ങനെ അറ്റാക്കുമായി ബന്ധപ്പെട്ടൊരു ചെറിയ പ്രയാസം. അയാൾ നമ്മളോട് പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഉസ്താദ്, എനിക്ക് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്തയുണ്ട്, എൻ്റെ മസ്തിഷ്കത്തെ വല്ലാതെ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഉറങ്ങിക്കിടക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് സൈലൻ്റ് അറ്റാക്കായിട്ട് മരണപ്പെട്ടു പോവുമോ എന്നുള്ളൊരു പേടി. ഓരോരുത്തർ വരുമ്പോൾ അവരവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പറയുന്ന കൂട്ടത്തിൽ ഒരിക്കൽ കേൾക്കാൻ സാധിച്ചത്, അയാൾക്ക് ഈ രോഗം വന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി, ഇങ്ങനെ ഒരു അറ്റാക്ക് വന്ന കാരണം കൊണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഇതാണ്, കിടന്നുറങ്ങുന്ന സമയത്ത് 21 തവണ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ചൊല്ലി ഷഹാദത്ത് കലിമ ചൊല്ലിക്കിടക്കുക. ഇൻഷാ അല്ലാഹ് ബി ഇദ്നില്ലാഹി തആല ആ ഒരു ഉറക്കത്തിലുള്ള ആ ഒരു പേടി, ഇങ്ങനെ മരണപ്പെട്ടു പോകുന്നുള്ള, അയാൾക്ക് ഉറക്കം കിട്ടുന്നില്ല എന്ന്, മരണപ്പെട്ടു പോകുന്നുള്ള പേടി ഉണ്ടായതുകൊണ്ട് ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റുന്നില്ല എന്ന്, വലിയ ഫലം ലഭിക്കും. ഈ ഒരു ബിസ്മിയുടെ ആ ഒരു മഹത്വമാണത്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് 21 തവണ ചൊല്ലലിനെ പതിവാക്കുന്ന പലരും ഉണ്ടാകും. അത് പതിവാക്കി നോക്കുക. ബിസ്മി 41 തവണ ഭ്രാന്തുള്ളവൻ്റെ, മാനസിക നില തെറ്റിയവൻ്റെ, ബോധക്ഷയം സംഭവിച്ചവൻ്റെയൊക്കെ ചെവിയിലോതിയാൽ ഉടനെ അവനത് തിരിച്ചു ലഭിക്കുമെന്നുള്ളതാണ്. ചിലപ്പോൾ നല്ല ഭ്രാന്തൊക്കെയുള്ള ആളുകൾക്ക് നിരന്തരം ഇത് ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും. ഒരു അക്രമി, അയാൾ വൃത്തികേട് കാണിക്കാൻ തുടങ്ങണം, നെറികെട്ട രൂപത്തിൽ അയാൾ കോടതിയെ സമീപിക്കുന്നു, അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒരക്രമിയുടെ അത്തരം അക്രമങ്ങളെ തൊട്ട് നമുക്ക് രക്ഷ നേടാനും ശത്രുവിൻ്റെ കുതന്ത്രങ്ങളും ചതികളും വഞ്ചനകളും ധൂളികളായി പോകാനും അതിനെ ഉന്മൂലനം ചെയ്യാനൊക്കെ കാരണമാകുന്നതാണ്. ബിസ്മി 50 പ്രാവശ്യം ഓതിയിട്ട് അവരുടെ മുഖത്ത് നോക്കിയിട്ട് ഓതാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അങ്ങനെ 50 പ്രാവശ്യം, അവരെ കേൾപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ സ്വന്തം ശരീരം കേൾക്കുന്ന രൂപത്തിൽ, മറ്റുള്ളവർ കേൾക്കാത്ത രൂപത്തിൽ ചൊല്ലിയാൽ മതി. 50 തവണ ഓതിയാൽ അയാളുടെ നാക്കതിന് വേണ്ടി ഉയരുകയില്ല, അയാളുടെ കരങ്ങളെല്ലാം നിശ്ചലമാകുമെന്നുള്ളതാണ്. അയാളുടെ ഭാഗത്ത് നിന്നുള്ള ചിന്ത, നമുക്കെതിരെയുള്ള ചിന്തകളെപ്പോലും പ്രവർത്തനരഹിതമാക്കാൻ കഴിവുണ്ട് ഈ 50 ബിസ്മിക്ക് എന്നുള്ളതാണ്. ഒരുപാട് മഹത്വങ്ങളുണ്ട് ബിസ്മിയുമായി ബന്ധപ്പെട്ട്. വെള്ളിയാഴ്ച 113 പ്രാവശ്യം ബിസ്മി ഓതിക്കഴിഞ്ഞാൽ, പ്രത്യേകം ഇത് ഖത്തീബ് മിമ്പറിൽ ഉള്ള സമയത്ത് ഓതുകയാണെങ്കിൽ, ദുആ ചെയ്യുന്ന സമയത്ത് ദുആയിൽ ഉൾപ്പെടുത്തി അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞാൽ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ്. അങ്ങനെ ചിലണ്ട് ഖത്തീബ് മിമ്പറിമേൽ ഉള്ള സമയത്ത്, ഇങ്ങനെ മിമ്പറിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പതിയ രൂപത്തിൽ ഖുത്ബ ശ്രദ്ധിച്ച് കേൾക്കണം പറ്റുന്ന രൂപത്തിൽ ഈ ബിസ്മി ഇങ്ങനെ പതുക്കെ ചൊല്ലിക്കൊണ്ടിരിക്കണം. അങ്ങനെ ചൊല്ലി അള്ളാഹുവിനോട് അവനെ ഖുത്ബൻ്റെ രണ്ട് ഇടയിൽ ഇരിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യം പറഞ്ഞ് ദുആ ചെയ്യുക, വളരെ പെട്ടെന്ന് അത് പൂർത്തീകരിക്കാൻ കാരണമാകുമെന്നുള്ളതാണ്. ഞായറാഴ്ച പകല് ഖിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് 313 മുർസലുകളുടെ എണ്ണത്തോളം ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ചൊല്ലുക. പിന്നെ 100 സ്വലാത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ചൊല്ലുക. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾ ഉദ്ദേശിക്കാത്ത ഭാഗങ്ങളിലൂടെ ഖൈറിൻ്റെ വാതിലുകൾ അവന് തുറന്നു കൊടുക്കുന്നുള്ളതാണ്. ബിസ്മിയുടെ ആദത് എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാണ് ബിസ്മിൻ്റെ ആദത്? നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ് ബിസ്മിയുടെ ആദത്. ബിസ്മിയുടെ ആദത് എന്ന് പറയുന്നത് അത് 786 ബിസ്മി അത്രയും എണ്ണം ഒരാൾ ചൊല്ലിയാൽ ഏതു കാര്യവും സാധിച്ചു കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ശുദ്ധമായ നീയത്തോടു കൂടെ ചെയ്യണം. ആഫത്തുകളിൽ നിന്ന് രക്ഷപ്പെടണം എന്ന നീയത്തോടു കൂടെ ചെയ്യണം. ഈ ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ശത്രുക്കൾ തകരാനും അക്രമികൾ നശിക്കാനും അതൊന്നും ദുരുപയോഗം ചെയ്യാൻ പാടില്ല, അവർ കീഴടങ്ങാനും നല്ല ലാഭം ലഭിക്കാനൊക്കെ ഈ ഒരു 786 എന്ന് പറയുന്ന ഈ അതനുസരിച്ച് ചെല്ലുന്നത് കൂടുതൽ ഫലം ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളത് 786 തവണ ഖൽവത്തിലിരുന്ന് നോമ്പ് നോറ്റുകൊണ്ട് ചൊല്ലിയാൽ പെട്ടെന്ന് അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും, ഉദ്ദേശം വേഗം നിറവേറും. 7 ദിവസം തുടർച്ചയായി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട, ബി ഇസ്നില്ലാഹി തആല അത് നേടിയെടുത്തു എന്ന് പറയുന്ന രൂപത്തിൽ അതിലേക്ക് അവനെത്തും.
786 തവണ ഖൽവത്തിലിരുന്ന് നോമ്പ് നോറ്റുകൊണ്ട് ചൊല്ലിയാൽ വളരെ പെട്ടെന്ന് ഫലിക്കും. ഇപ്പോൾ നോമ്പ് കാലമാണ്, നോമ്പ് സമയത്തൊക്കെ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും, ഫലം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. സുബഹിക്ക് ശേഷം 40 തവണ നിത്യേന എല്ലാവരും 40 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 40 ദിവസം, സുബഹിക്ക് ശേഷം 40 ദിവസം ബിസ്മി 2500 പ്രാവശ്യം ചൊല്ലി നല്ല നിയ്യത്തോടുകൂടെ അങ്ങനെ നല്ല വിശ്വാസത്തോടുകൂടെ ചൊല്ലിയാൽ അള്ളാഹു അവരുടെ ഹൃദയത്തിലേക്ക് എല്ലാ രഹസ്യ ഇൽമുകളും ഒഴുക്കിക്കൊടുക്കും എന്നുള്ളതാണ്. ബിസ്മി വലിയ അത്ഭുതങ്ങൾ ബിസ്മി കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും. വലിയ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ പൂർവ്വസൂരികളായ അമ്പിയാക്കളൊക്കെ അവരുടെ ഓരോ വിഷയങ്ങളും ബിസ്മി കൊണ്ടാണ് അവർ നേടിയെടുത്തിരുന്നത് എന്ന് മഹാനരായ അല്ലാമ ഖത്തീബ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആദ്യമായിട്ട് അള്ളാഹു ഇറക്കി കൊടുത്തത് അത് ബിസ്മിയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിസ്മി ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. പിന്നീട് അള്ളാഹു തൗബ സ്വീകരിച്ചു, ബിസ്മി ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു. പിന്നെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അത് ഇറക്കപ്പെട്ടു. കപ്പലിൻ്റെ സ്റ്റാർട്ടിങ്ങും അതിൻ്റെ ബ്രേക്കൊക്കെ ബിസ്മി ആയിരുന്നു. അത് കപ്പലിൽ വെച്ച് നിരന്തരം ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് ജൂതി പർവ്വതത്തിൽ ആ കപ്പൽ എത്തിയത്. വീണ്ടും ബിസ്മി ആകാശത്തേക്ക് ഉയർന്നു. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് അവതീർണമാകുന്നത്. നമ്രൂദ് ധിക്കാരിയാണ്. നമ്രൂദ് അഗ്നികുണ്ടാരത്തിലേക്ക്, തീക്കുണ്ടാരത്തിലേക്ക്, തെറ്റുവില്ലിൽ വെച്ച് അഗ്നികുണ്ഡത്തിലേക്ക് എഴുതുവിട്ടപ്പോൾ അവിടെയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉരുവിടുകയായിരുന്നു. അഗ്നികുണ്ഡം കെട്ടടങ്ങി ചന്ദനച്ചാറുപോലെ കുളിരായി മാറി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. പിന്നീടും ബിസ്മി ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു. പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിൻ്റെ ദുൽമ് ശക്തമായപ്പോൾ ബിസ്മി ഉരുവിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ചെങ്കടലിൽ കടന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂട്ടരും രക്ഷപ്പെട്ടു എന്നുള്ള ചരിത്രമൊക്കെ നമുക്കറിയാം. പിന്നെ ആ ബിസ്മി അവതരിക്കുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. സുലൈമാൻ നബി അതിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അള്ളാഹു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനുഷ്യരെയും ജിന്നുകളെയും പക്ഷിമൃഗാദികളെയും കാറ്റിനെയും മറ്റും കീഴടക്കി കൊടുത്തു. ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ കീഴടങ്ങാത്ത യാതൊന്നും ഉലകിലില്ലായിരുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എല്ലാം കീഴ്പ്പെട്ട് കിട്ടി ബിസ്മിയുടെ മഹത്വം കൊണ്ടാണ്. പിന്നീട് റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് ജന്മനാ കുരുടരും കുഷ്ഠരോഗവും ഒക്കെയായിരുന്ന മറാവ്യാധികളെ കൊണ്ട് അകപ്പെട്ട ആളുകൾക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സുഖപ്പെടുത്തിയിരുന്നത് ബിസ്മി ചൊല്ലിയിട്ടായിരുന്നു. ബിസ്മി ചൊല്ലിയാൽ മയ്യത്തുകൾ എഴുന്നേറ്റ് നിന്നിരുന്നു. പിന്നെ അത് ഉയർത്തപ്പെട്ടു. അങ്ങനെ അത് അവതരിപ്പിക്കപ്പെട്ടത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസ്മിയെക്കുറിച്ച് എത്രമേൽ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. ഏതു കാര്യം തുടങ്ങുമ്പോഴും, കുല്ലു അംരിൻ ദീബാലിൻ, ഏതു നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലി തുടങ്ങണം. ബിസ്മി ചൊല്ലി തുടങ്ങിയില്ലെങ്കിൽ ബറക്കത്തുണ്ടാകൂല എന്നൊക്കെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു അല്ലേ. അപ്പോൾ ബിസ്മി നന്നായിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. ബിസ്മിയുടെ അതത് മനസ്സിലാക്കുക. ബിസ്മി ഒറ്റ ഹർഫാക്കിയിട്ട് എഴുതേണ്ട രൂപം നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അത് ഒറ്റ ഹർഫാക്കിയിട്ട് എഴുതുക. അങ്ങനെ ഒരുപാട് നല്ല സ്നേഹമുണ്ടാകാനൊക്കെ ബിസ്മിയുടെ ഒരു അമല് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 7 ദിവസം തുടർച്ചയായിട്ട് അത് മഴവെള്ളത്തിലോ അല്ലെങ്കിൽ നല്ല ശുദ്ധമായ കിണർ വെള്ളത്തിലൊക്കെ സൂര്യോദയ സമയത്ത് അത് പ്രത്യേകം കുടിപ്പിക്കുന്ന രൂപമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മുമ്പത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. 12,000 ബിസ്മിയുടെ അമൽ എല്ലാവർക്കും അറിയാം. ഒരു വെള്ളിയാഴ്ച രാവിലെ തുടങ്ങുക, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു ദിവസത്തിൽ തുടങ്ങുക. 12,000 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. ഓരോ ആയിരങ്ങൾക്ക് ശേഷവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്തു ചൊല്ലണം. ഉടനെ തന്നെ അവൻ്റെ ആവശ്യം പറയണം. വയസ് അലുല്ലാഹ ഹാജത്ത, അവൻ്റെ ആവശ്യം പറയണം. പിന്നെ അടുത്ത 1000 തുടങ്ങണം. ആ 1000 കഴിഞ്ഞാൽ വീണ്ടും ഒരു സ്വലാത്തു ചൊല്ലണം. സ്വലാത്തു ചൊല്ലിയിട്ട് അവൻ്റെ ആവശ്യം പറയണം. വീണ്ടും അടുത്ത 1000 തുടങ്ങണം. പിന്നീടൊരു സ്വലാത്തു ചൊല്ലണം. ഉടനെ അവൻ്റെ ആവശ്യം പറയണം. ഇങ്ങനെ ഇലൻഖിലാഇൽ അദദിൽ മദ്കൂർ, 12,000 എന്ന എണ്ണം പൂർത്തീകരിക്കപ്പെടുന്നത് വരെ ഇങ്ങനെ ചെയ്താൽ ഖുളിയത്ത് ഹാജത്തുഹു ബിഇദ്നില്ലാഹി തആല, അള്ളാഹുവിൻ്റെ ഇതിന് കൊണ്ട് അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്ന് സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിരവധി ആളുകൾ ഈ അമൽ ചെയ്തതാണ്. നിരവധി ആളുകൾ ചെയ്തു എന്ന് മാത്രമല്ല, ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പല കാര്യങ്ങളും ഈ അമൽ കൊണ്ട് നടന്നതായിട്ട് എനിക്ക് തന്നെ അനുഭവമുണ്ട്. ഇൻഷാ അള്ളാഹ്
പലരും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്തവർ തന്നെ ചെയ്യുന്നു. അള്ളാഹു അവർക്കൊക്കെ നല്ല റിസൾട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ബിസ്മിയെക്കുറിച്ച് പറഞ്ഞാൽ തീരൂല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കടൽ മുഴുവനും മഷിയാക്കി, ഈ ഭൂലോകത്തുള്ള മരങ്ങൾ മുഴുവനും കലമാക്കി മാറ്റി, 20 ലക്ഷം കൊല്ലം മലക്കുകളും മനുഷ്യരും ജിന്നുകളും ഇരുന്ന് എഴുതാൻ വേണ്ടി തീരുമാനിച്ചു ബിസ്മിയുടെ വ്യാഖ്യാനവും അതിൻ്റെ മഹത്വവും. എന്നാൽ ലവലേശം പോലും എഴുതി പൂർത്തീകരിക്കാൻ കഴിയില്ല, അത്രമേൽ മഹത്വമാണ് ബിസ്മിക്ക്. ബിസ്മി കൊണ്ട് നമ്മൾ അമൽ പറയുമ്പോഴൊക്കെ തീരാത്തതും അതുകൊണ്ടാണ്. ഇനിയുമുണ്ട് ദീർഘമായി പറയാൻ, പക്ഷേ പറഞ്ഞാൽ തീരില്ല. നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ ഒരു വലിയ സമുദ്രത്തിൽ നിന്ന്, അനന്തമായി കിടക്കുന്ന സമുദ്രത്തിൽ നിന്ന് ഒരു കൈക്കുമ്പിളിൽ എടുക്കുന്ന അത്ര പോലും നമുക്ക് പറയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അള്ളാഹു നമുക്ക് ബിസ്മി കൊണ്ട് നേടിയെടുക്കാവുന്ന സകല അമലുകളും നേടിയെടുക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് വേണ്ടി ആവശ്യപ്പെട്ടവർക്കൊക്കെ നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ടി വരാനുള്ള ഡേറ്റുകളും സമയങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മക്കളെ ദീനീ ചിട്ടയിൽ വളർത്തുക. ഇന്ന് കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കെട്ടകാലത്ത് ചിലപ്പോൾ നാട്ടിൽ നിന്ന് പഠിച്ചാൽ അതവർ വഷളാകാനേ കാരണമാകുകയുള്ളൂ. നമ്മളൊക്കെ ദുനിയാവിൽ ആഗ്രഹിക്കുന്നത് ഈ മക്കൾ ഏതെങ്കിലും രൂപത്തിൽ നാളെ കേസുകളിലും മറ്റും ലഹരികളിലൊക്കെ പെട്ടിട്ട് ജയിലിലൊക്കെ അകപ്പെടാനും അതുപോലെ തന്നെ അവർ നശിക്കാനുമല്ലല്ലോ. നാളെ നമ്മളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഖബറും പുറത്ത് വന്ന് ദുആ ചെയ്യുന്ന മക്കളാകാൻ വേണ്ടിയാണ്. അതിനവരെ ദീന് പഠിപ്പിക്കൽ ആവശ്യമാണ്. ഒരു പള്ളിയിൽ ഒരു ദർസിലിരുന്ന് പഠിക്കുമ്പോൾ അവർക്ക് നല്ല സാഹചര്യങ്ങളാണുള്ളത്, നല്ല അവസരങ്ങളാണ് അവർക്കുള്ളത്. അവർ 5 വഖ്ത് നിസ്കരിക്കുന്നു, ഹദ്ദാദ് ഓതുന്നു, വിശുദ്ധ ഖുർആൻ അവരുടെ കൈകളെ കൊണ്ടെടുത്ത് പാരായണം ചെയ്യുന്നു. അവിടെയുള്ള കാരണവന്മാർ ഉസ്താദുമാരൊക്കെ ചെയ്യുന്നത് പോലെ അവരുടെ ജീവിതം ഇങ്ങനെ പതിയെ ക്രമപ്പെടും. അപ്പോൾ നമുക്കതുകൊണ്ട് ഉപകാരമുണ്ടാകും. നമ്മൾ അവരെക്കുറിച്ച് അത്തരം മുതഅല്ലിമീങ്ങൾ, അള്ളാഹുവിൻ്റെ നൂറ് പഠിക്കുന്ന, ഇൽമ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളാണ്. അവരുടെ അടുത്ത് നിന്ന് ചെറിയ ചെറിയ പാകപ്പിഴവുകളൊക്കെ സംഭവിക്കും. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരെ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ മറ്റുള്ള കുട്ടികളിലേക്കൊക്കെ കമ്പയർ ചെയ്ത് വെക്കുമ്പോൾ എത്രയോ മെച്ചമാണെന്നാണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കട്ടെ. ഇൻഷാ അള്ളാഹ് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളെ നേരത്തെ തന്നെ കോൺടാക്റ്റ് ചെയ്യണം. നമ്മൾ ഈ വീഡിയോയിൽ നമ്പർ കാണിച്ചിട്ടുണ്ട്. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.